നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് യമുന നിവിൻ വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് കാവ്യയുടെ കയ്യിൽ നിന്ന് സ്കൂട്ടിയൊക്കെ കടം വാങ്ങി അങ്ങനെ കോളേജിലേക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. ഈ സമയത്താണ് അവിടെ വിശാലും കൂട്ടിലിരിക്കുന്നത്. അവന്മാരാണെങ്കിലോ മയക്കുമരുന്നൊക്കെ അടിച്ച് ഇങ്ങനെ കിറങ്ങി അടിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് യമുനയുടെ വരവ്. അങ്ങനെ അവള് സ്കൂട്ടിയിൽ അങ്ങോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശാലിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ദെങ്ങ നോക്കടാ, നിനക്കിട്ട് പണി തന്നോള് ദേ വരുന്നെന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശാലം നോക്കി, കൊള്ളാണ് അവള്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞപ്പോഴത്തേനും. എന്റെ പൊന്നു, അവൾക്ക് ഇത്ര സൗന്ദര്യമുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിശാലൊന്നും നോക്കി അവളെ, ഓ ഇവളൊക്കെ എന്ത് എന്ന് ചോദിച്ചു. ആ സമയം കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിന്നെ തേച്ചിട്ട് പോയവളല്ലേ അവള്, അവൾക്കിട്ടൊരു പണി കൊടുക്കണ്ടെന്ന് ചോദിച്ചു. വേണം എങ്കിൽ പാടാന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരെന്ത് ചെയ്തു, ബൈക്ക് എടുത്ത് അവളോട് ഒപ്പം തന്നെ ഇങ്ങനെ സ്കൂട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞു പോവാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവന്മാരെ തന്നെ വെറുതെ വിടില്ല എന്നുള്ള ഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. എമ്മിനെ മാക്സിമം വെട്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചെങ്കിലും അവന്മാര് വിട്ടില്ല. അവന്മാര് 2-3 ബൈക്ക് ഉണ്ടായിരുന്നു. വിശാലും കൂട്ടുകാരും എല്ലാരും കൂടെ ചേർന്നിട്ട് സ്കൂട്ടിയെ മുട്ടില്ല എന്ന് പറഞ്ഞോണ്ട് എങ്ങനെ പോന്നേ. ആ സമയത്താണ് കൃത്യം നിവിൻ അതിലൂടെ വരുന്ന ബൈക്കും കൊണ്ട്. നിവിൻ വരുമ്പത്തേനും യമുന യമുമാര് ശല്യം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നിവിനെ അവിടെ കൊണ്ടുവന്ന് ബൈക്ക് അങ്ങോട്ട് നിർത്തി. അപ്പോഴാണ് യമുനയ്ക്ക് ശ്വാസം നേരെ വീണ. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനമായി. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശാൽ ആ പടന്ന് ഭയന്നു. പെട്ടെന്ന് വിശാല് ബൈക്ക് നിർത്തി. ഈ സമയത്ത് നിവിൻ അങ്ങോട്ട് പാഞ്ഞു വന്നു. നീ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്താ നിവിനേട്ടാ, എടാ നീ എന്തിനാടാ ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ട്? നിന്നോട് മുമ്പ് പറഞ്ഞല്ലേ ഇവളുടെ പിന്നാലെ നടക്കരുതെന്ന്. പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറത്തില്ലടാന്ന് ചോദിച്ചോണ്ട് ആ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും വിശാൽ പറഞ്ഞു, നിവിനേട്ടാ കൈ എടുക്കാനോ നിനക്ക് കിട്ടിയതൊന്നും പോരേടാ. നിനക്ക് ഈ പെൺകുട്ടികളെ ശല്യപ്പെടുത്താതിരിക്കത്തില്ലല്ലേ? അന്ന് നിന്നെ വെറുതെ വിട്ടതാ. നിനക്ക് ഇഷ്ടം പോലെ കിട്ടിയില്ലായിരുന്നു അന്ന് നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയതാ. വീണ്ടും നീ ഇറങ്ങി തിരിച്ചിരിക്കുവാണോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ ഇങ്ങനെ ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ നടക്കാനാ ഭാവമെങ്കില് നിന്റെ കൈയും കാലും തല്ലി ഒടിച്ചിടത്തോളൂ. പറഞ്ഞത് കേട്ടല്ലോ. കോളേജിൽ പഠിക്കാൻ പോവാണെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാൻ പോയിക്കണം, അല്ലാതെ മറ്റുള്ള പെൺപിള്ളേരുടെ പിന്നാലെ നടക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടതും വിശാൽ ഇങ്ങനെ നോക്കി. വിശാലിന് പേടിയായി പോയി. ഇനി മുമ്പത്തെ പോലെ തല്ലി കിട്ടുമോ എന്നുള്ള ഭയം. ഒടുവിൽ അങ്ങനെ താക്കീതും കൊടുത്ത് അവന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ സമയത്ത് യമുന ഭയങ്കര ആരാധനയോട് കൂടിയിട്ട് നിവിനെ നോക്കുകയാണ്. തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ എത്തുന്നുണ്ട്. തന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് നിവിനേട്ടെന്നൊരു ചിന്തയായിരുന്നു. വല്ലാത്തൊരു സ്വഭാവമായി പോയി യമുനയ്ക്ക്. പെട്ടെന്ന് തന്നെ വിശാൽ തേച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പം നേരെ കയറി നിവിനെ അങ്ങോട്ട് പ്രേമിച്ചു. നല്ല കാശുള്ള, അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമില്ല. തന്നോട് ഭയങ്കര പ്രണയമാണ് താനും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നീട് നിവിൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇനി ധൈര്യമായിട്ട് എമിന കോളേജിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ല എമ്മയ്ക്ക് ഭയം ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എന്താ, അപ്പോഴേക്കും ഇനി പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ സമയത്ത് എനിക്ക് തോന്നി, ഒരു കാര്യം ചെയ്താലോ, നിവിനെ എന്റെ ബൈക്കിന് പിന്നിൽ കയറി പോവാം. പെട്ടെന്ന് എമിന് പറഞ്ഞു, അതെ എനിക്ക് പേടിയുണ്ട്, ഇനി എന്നെ എങ്ങാനും പിന്തുടർന്ന് വന്നാലോ. ഒരു കാര്യം ചെയ്യ, ആ സ്കൂട്ടി അവിടെ വെച്ചിട്ട് എന്റെ ബൈക്കിന് പിന്നിലേക്ക് കയറിക്കോ, ഞാൻ കോളേജിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞു. യമുനയ്ക്ക് സന്തോഷമായി. അങ്ങനെ യമുന എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ നിവിന്റെ ബൈക്കിന് പിന്നിൽ കയറി. അങ്ങനെ ബൈക്കിന് പിന്നിൽ കയറി നിവിനോട് ഒട്ടിയിരുന്ന് അങ്ങോട്ട് പോയി. ഇത്തിരി ദൂരം കഴിഞ്ഞപ്പോഴത്തേനും നിവിനോട് അങ്ങോട്ട് ചേർന്നിരുന്നു. തലയൊക്കെ നിവിന്റെ ബൈക്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഭയങ്കര ആസ്വദിച്ചിരുന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു യമുനയ്ക്ക്. അങ്ങനെ കോളേജിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നിവിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഈ സമയത്ത് നിവിൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് യമുന ചോദിച്ചു, അല്ല ഇനി ഞങ്ങളുടെ കോളേജ് ഡേ എന്ന് പറഞ്ഞു. ആണോ? ആഹാ, അതുകൊണ്ടാണോ ഇത്ര സുന്ദരിയായിട്ട് വന്നിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ശരി നിവിനേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിനെ ഒന്ന് നോക്കിയിട്ടാണ് യമുന അങ്ങോട്ട് കയറി പോകുന്നത്. പക്ഷെ നിവിന്റെ മനസ്സിൽ ആ സമയത്തൊക്കെ കാവേരിയായിരുന്നു. നിവിൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണ്. അപ്പം നിവിനേണ്ട എന്താണോ ഇഷ്ടപ്പെട്ട് കാണുമെന്നൊരു ചിന്തയായിരുന്നു യമുനയ്ക്കും. കൃത്യസമയത്ത് തന്നെ രക്ഷിക്കാനായിട്ട് വന്നു. ഉറപ്പായിട്ട് നിവിനേണ്ടൻ തന്നെ അത്രയ്ക്ക് കാര്യമാണ് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് നിവിൻ എന്ത് ചെയ്തു, കാവേരിയെ ഫോൺ ചെയ്യുവാണ്. കാവേരിയെ ഫോൺ ചെയ്തിട്ട് കാവേരിയോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു നിവിന്. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാവേരിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഓർത്തിരുന്ന, പക്ഷെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഉറപ്പായിട്ടും എതിർക്കും. അവരെന്താണല്ലോ ഇപ്പൊ സമ്മതിക്കാനായിട്ട് പോകുന്നില്ല. അവരുടെ സമ്മതം മേടിച്ചിട്ട് മാത്രം മതി ഇപ്പൊ അതിനെക്കുറിച്ച് പറയാനായിട്ട്. അതുവരെ ഒന്നും പറയണ്ട. അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി ചോദിച്ചു, ആഹാ
നിവിൻ ഇന്നലെ എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു. എന്ത് പറ്റി ആ സമയത്ത് വിളിച്ചേ? ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അങ്ങനെ ആ സമയത്തൊന്നും വിളിക്കരുതെന്ന്. അത് കേട്ടപ്പോ നിവിൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ വെറുതെ ഇരുന്നപ്പോ വിളിച്ച. അല്ല എന്തേലും അത്യാവശ്യം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു. അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അല്ല കാവേരി ഫ്രീ ആണോന്ന് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ടോന്ന്. ഞാൻ വരുന്നില്ല, എന്റെ സ്കൂട്ടിയും കൊണ്ട് എമ്മിനെ പോയിരിക്കുക. അത് മാത്രല്ല നമ്മൾ തമ്മിൽ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ നിവിനെ. പിന്നെ അത് മതി. നിവിന്റെ അച്ഛനും അമ്മയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാനായിട്ട് വെറുതെ എന്തിനാ എന്ന് പറഞ്ഞു. എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാവേരി കോള് കട്ട് ചെയ്തു. നിവിന് ആകെപ്പാടെ വിഷമമായി പോയി. എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ സംസാരിക്കണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഈ സമയത്ത് ഗംഗ വിനീതിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ വിനീതിനുള്ള ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനീത് നല്ല തിരക്കിട്ട ജോലിയിലായിരുന്നു. പിന്നീട് ഗംഗയും പിടിച്ചിരുത്തി. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആണ് ഫുഡ് കഴിക്കുന്ന. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ പോവാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കാവേരി ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചി എന്താണെങ്കിലും ഹോം സ്റ്റേ നമുക്ക് വീണ്ടും തുടങ്ങണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അത് കേട്ടപ്പം ഗംഗ ചോദിച്ചു, അല്ല അതിന് അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. വീണ്ടും ഹോം സ്റ്റേ നമുക്ക് തുടങ്ങണം, അല്ലാതെ പൈസ വേണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഗംഗയ്ക്കും തോന്നി ശരിയാണ്. കാരണം ഈ തുച്ഛമായ വരുമാനത്തിൽ ഇങ്ങനെ കുടുംബം മുന്നോട്ട് പോകത്തില്ല. വിനീതണ്ണാണെങ്കിലും കട തയ്ക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മാത്രം പൈസയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. ഒടുവില് ഗംഗ പറഞ്ഞു, നമുക്ക് അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശാരദയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പക്ഷെ ശാരദയെ അടുത്തില്ല. ശാരദ പറഞ്ഞു, വേണ്ട, ഒന്ന് ഹോം സ്റ്റേ തുടങ്ങിയതിന്റെ കേട് തീർന്നിട്ടില്ല, ഇനി നിനക്കൊന്നും അടങ്ങിയിരിക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് കാണും ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അമ്മേ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തായിരിക്കുന്നത്, എന്തേലും ഒരു വരുമാനം വേണ്ടെന്ന് ചോദിച്ചു. യമുനയുടെ പഠിപ്പും കാര്യങ്ങളും അതോടൊപ്പം തന്നെ നിളയുടെ അവൾക്കും ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ പിന്നെ പൈസക്ക് പൈസ തന്നെ വേണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടോണ്ട് വന്ന രാധൻ പറഞ്ഞു, അത് ശരിയാ മോളെ പറഞ്ഞേ, ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നേ. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, എനിക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നില്ല. അല്ലേലും അമ്മയ്ക്കാരുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, ഇവരെന്തേലും പൊട്ടത്തരം പറഞ്ഞു നിർത്തോണ്ട് അതിന് സപ്പോർട്ട് അടിച്ചങ്ങ് നിൽക്കും. രാധൻ പറഞ്ഞു, അതിന് അവരെന്ത് പൊട്ടത്തരാ പറഞ്ഞേ, അവര് നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്, വേറെ രീതിയിലൊന്നുമല്ലോ, നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് തന്നെ പൈസ ഉണ്ടാക്കാനല്ലേ തീരുമാനിച്ചിരിക്കണേന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം എന്ന് പറഞ്ഞു. ആദ്യം ഒന്നും ശാരദ സമ്മതിച്ചില്ല. ഒടുവിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് കാവേരി ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചി നമുക്ക് എന്താണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി എടുക്കണം, ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കാവേരിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് ജയപാലിന്റെ അടുത്തേക്ക് രാഗിണി എന്നിട്ട് പറഞ്ഞു, അച്ഛാ നിവിനേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? എന്തോ എനിക്ക് അങ്ങനെയാ തോന്നിയെന്ന് പറഞ്ഞു. എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞു. വെറുതെ കല്യാണം നടത്തിയിട്ട് വെറുതെ എന്റെ ജീവിതം തല്ലിക്കെടുത്തേണ്ട കാര്യമുണ്ടോ? എന്റെ മോളെ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരല്ലേ, കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഇതങ്ങനെ ശരിയാവുന്ന മട്ടൊന്നുമില്ല. നിവിനേണ്ടെന്ന് ഫോൺ ചെയ്യുന്ന പോലും ഇല്ല, എന്നെ ഫോൺ വിളിച്ചാലോട്ട് എടുക്കത്ത് പോലും ഇല്ല. കല്യാണം നിശ്ചയം കാര്യങ്ങളും എല്ലാം അധികം വൈകാതെ തന്നെ വരുമല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാന്നേ? എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ആ പിന്നാലെ പോണ്ട കാര്യമുണ്ടോ? എന്നുവെച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് കേട്ടതും ജയപാലൻ പറഞ്ഞു, മോളെ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഒന്നുമല്ലെങ്കിലും നിന്നെ അന്യ വീട്ടിലേക്കൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞു വിടുന്നേ, രാജേശ്വരിയുടെ അരിയിലേക്കല്ലേ, അവള് നിന്നെ നോയിക്കോളും, ആ കാര്യം ഒന്നും ഓർത്ത് നീ പേടിക്കണ്ട. പിന്നെ നിവിന്റെ കാര്യം അവന്റെ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയപാലൻ രാഗിണിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടെന്ന് നന്ദി.